ഇന്ന് നമ്മളെ വിഷു അല്ലേ, 14-ാം തീയതി വിഷു ആണെന്ന്. നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ എന്നല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സെലു കിച്ചൺ വളപുരത്തിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. പക്ഷേ നമ്മൾ എല്ലാതും നമ്മൾ ആഘോഷിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. വിഷു ആയാലും ഓണമായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാ മലയാളികൾക്കും വിഷുണ്ട്. എല്ലാ ജാതി ഭേദമില്ലാത്ത ആഘോഷങ്ങളുണ്ട്. ഇത് നല്ല ഒറ്റക്കെട്ടായി എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റച്ചങ്കായിട്ട് ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം. അതാണ് മക്കളെ അതിൻ്റെ യഥാർത്ഥ സ്നേഹം. എല്ലാവരും നമ്മളെ നബി പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്നേഹത്തിൻ്റെ ഇതിലാണ് കാര്യം. എല്ലാവരും മനസ്സിലാക്കി ജീവിക്കാനും സന്തോഷത്തോടെ ഇടപെടാനും മറ്റുള്ളവരെ കളിയാക്കാതെയും പരിഹസിക്കാതെയും നല്ല അന്തസ്സോടെയും എല്ലാവരും ഒരുപോലെ കാണണം. പാവങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക, ഇല്ലാത്തവരെ നമുക്ക് സഹായിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുക. അതാണ് എല്ലാ മലയാളികളും എല്ലാ ആൾക്കാരും ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ കളിയാക്കുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കരുത്. അവരെ ചേർത്ത് പിടിക്കാനാണ് നോക്കേണ്ടത്. പക്ഷേ ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ്? മറ്റുള്ളവർ നന്നാവുന്നത് ഒരാൾക്കും പറ്റുന്നില്ല. അസൂയ, കുശുമ്പ്, പൊന്നായ്മ, ഇതിനൊന്നും മരുന്നില്ല പൊന്നുമക്കളെ. ജീവിച്ച് ഒരു എൻജോയ്മെൻ്റായി ജീവിക്കുക. നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക, ആദരവോടെ കാണുക, സംസ്കാരം പഠിക്കുക. ഇതന്നെ സംസ്കാരത്തിൽ മുന്നോട്ട് പോവാം. നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾക്ക് യഥാർത്ഥ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതിലേറെ ഉപരി വേറൊന്നും പറയാനില്ല. പക്ഷേ ഒരുപാട് ഇപ്പോൾ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ എനിക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അത് തെറ്റായ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വാസ്തവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ നല്ല വശങ്ങളുണ്ടാവും. നമ്മൾ വിചാരിച്ച കാര്യം അവിടെ പ്രസൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ കണ്ടൻറ്റ് നമ്മളെ ഉത്തരവാദിത്തത്തിലാവണം. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവിടെ നടക്കാതെ വരുമ്പോൾ ഇതിപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വിഷയത്തിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒരു പ്രൊമോഷൻ ആയാലും പോലും നമ്മളെ ഇഷ്ടത്തിന് അവരെ കൂടെ നിന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള അഭിനയമാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ നല്ലൊരു കണ്ടൻറ്റാണ് കൊടുക്കേണ്ടത്, എല്ലാവർക്കും ആദർശിക്കുന്ന കണ്ടൻറ്റ്. പക്ഷേ ഇപ്പം നമ്മൾ ഒരു ജോലിക്ക് പോയി എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒരു വിസ എടുത്ത് ജോലിക്ക് പോയി. പക്ഷേ പറഞ്ഞ വിസയിലുള്ള ജോലിയല്ല, നമുക്ക് പറഞ്ഞ വിസയുള്ള ജോലിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ജോലി മാറി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അതാണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ വിചാരിച്ച കാര്യങ്ങളും അവിടെ നടക്കാതെ വരുവാണ്. പിന്നെ മനുഷ്യന്മാരെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മളെ സന്തോഷത്തിന് അവരെ സന്തോഷം, അവർക്കൊരു കാര്യം ഉപകാരത്തിന് വേണ്ടി നമ്മൾ ഒരു പ്രമോഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ, പക്ഷേ നമ്മളത് കേൾക്കാതെ വരുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കുഞ്ഞാപ്പുമായിട്ടും കോയായിട്ടും അഭിനയിക്കാനാണ് അവിടെ പോയത്. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെ വിഷയം അവിടെ മാറി. നമ്മൾ ചെയ്ത ജോലിയല്ല നമുക്ക് അവിടെ കിട്ടിയത്, വേറെ ജോലിയാണ് ഓല് അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് സംഭവിച്ച മിസ്റ്റേക്കാണിത്.
അപ്പോൾ ഞാൻ പറയുന്നത് അവർ ഒട്ടും അംഗീകരിച്ചില്ല എന്നാണ് വാസ്തവം. പക്ഷേ എനിക്കിത് പറയേണ്ടി വന്നത് കുറച്ച് ദിവസമായിട്ട് മോശമായിട്ട് എനിക്ക് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞാനിവിടെ വെളിപ്പെടുത്തുന്നത്. എനിക്ക് എത്രമാത്രം മോശ കമൻ്റാണ് ആ ഒരു വന്നിട്ടുള്ളത്. വ്യക്തികൾ കാരണം എന്നെ കണ്ണീര് കുളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം. അവർ ഇപ്പം തന്നെ അവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, പിന്നെ ഞാനൊരു കറിവേപ്പില കോമാളി വേഷം കെട്ടി അവരെ മുന്നിൽ ആടണം. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുക എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എന്നോട് പ്രേക്ഷകർ ക്ഷമിക്കണം. അത് ആ വ്യക്തി ഇവിടുന്ന് എന്നോട് പറഞ്ഞ വ്യക്തി അവിടെ ചെന്നപ്പോൾ വേറെ വിഷയം എടുത്തിട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇതിൽ ഒന്നും നിരപരാധികളാണ്. അവർ ചെയ്തു, അവരെന്നെ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു കറിവേപ്പില വില പോലും അവിടെ തന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവിടെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് എടുത്തു പോന്നതാണ്. പിന്നെ അവരെ പാടായി ഞാൻ ഇട്ടെറിഞ്ഞു പോന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോൾ ഞാൻ ഇട്ടെറിഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതും ഞാൻ ഉദ്ദേശിച്ച ഇതിലൊന്നും കയറാൻ അവർക്ക് ഒഴിവില്ല. അവരെൻ്റെ കൂടെ ഒന്നും നിൽക്കാൻ ഒഴിവില്ല, ഫോട്ടോ എടുക്കാൻ ഒഴിവില്ല. പിന്നെന്തിനാണ് ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു. അവരെ പാടായി. എനിക്ക് ഏകദേശം ഞാൻ ഒരു